മച്ചമ്മരെ വമ്പൻ ചേർമീനുകളുടെയും ബാഹകളുടെയും ഒരു വിഹാര കേന്ദ്രത്തിലാണ് നമ്മളിന്ന് വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ളത് ചെറിയ ചെറുമീനുകളൊന്നുമല്ല, മുട്ട സൈസ് ചെറുമീനുകളാണ്. അതുകൊണ്ട് തന്നെ അവരെ പിടിക്കാനായിട്ട് സകല അടവുകൂടെ പറ്റേണ്ടതായിട്ട് വരും. ഒരേറെ അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ ഒരു സ്പോട്ടിൽ തന്നെ പലവട്ടം കാശ് ചെയ്താൽ മാത്രമേ അവന്മാരൊന്നും നമുക്ക് സ്ട്രൈക്ക് തരത്തുള്ളൂ. നമ്മൾ തായ് ജംപ് റോകളാണ് ഇവിടെ കാസ്റ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. പായലിലൊക്കെ നമ്മൾ സാധാരണ കണ്ടത്തിൻ്റെ സൈഡിലും ഒക്കെ എറിയാറുള്ളത് പോലെ റബ്ബർ ഫ്ലോ ഇത്തരമുള്ള സ്ഥലങ്ങളിൽ എറിഞ്ഞിട്ട് വലിയ റിസൾട്ടില്ല. പക്ഷെ നമുക്ക് ഈ പുറകിൽ ഓപ്പൺ ഹുക്കുള്ള തായ് ജംപ് ഫ്രോകൾക്ക് അല്ലെങ്കിൽ ജംപ് ഫ്രോകൾക്ക് നല്ല റിസൾട്ടാണ്. ഇതിൻ്റെ ചലനം നല്ല ആഴത്തിൽ നിൽക്കുന്ന മീനുകൾക്ക് പോലും കറക്റ്റായിട്ട് തന്നെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അവന്മാർ വെറുതെ ഇരിക്കത്തില്ല, സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അവന്മാർ ഉറപ്പായിട്ടും പോച്ചയുടെ അടിയിൽ നിന്നൊക്കെ ഇറങ്ങി വരും. നമ്മൾ ചെറിയൊരു ലീഡർ ലൈൻ ഇട്ടിട്ടുണ്ട്. അത് ഈ ചെറുമീനുകളുടെ വായിലൊക്കെ ചെറിയ പല്ലുകളുണ്ട്. അത് നമ്മൾ ബ്രൈഡുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ബ്രൈഡ് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ കടലിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെറിയൊരു ലീഡർ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതാകുമ്പോൾ പിന്നെ ഓക്കെ കേസാണ്. എത്ര വലിയ പല്ല് കൊണ്ടാലും ഇത് പൊട്ടത്തൊന്നുമില്ല. അതുപോലെ തന്നെ മീനടിച്ച് ഈ പോച്ചകളുടെ അടിയിലുള്ള വേരുകളിലൊക്കെ പോയി കയറിക്കഴിഞ്ഞാലും നമുക്ക് ലീഡർ ലൈൻ ഉള്ളതുകൊണ്ട് വലിയ സീനില്ലാണ്ട് അവന്മാരെ പുറത്തെത്തിക്കാൻ കഴിയും. പക്ഷേ ലീഡർ ലൈൻ ഇല്ലെങ്കിൽ മീൻ ഉറപ്പായിട്ട് നമുക്ക് മിസ്സാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഇത്തരം സ്പോട്ടുകളിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ചെറിയ നീളത്തിലൊരു ലീഡർ ലൈൻ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ വീണ്ടും ഒരു സ്പോട്ടിൽ തന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സ്പോട്ടുകളിൽ മീനടിക്കാനുള്ള നല്ല സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിലും നമുക്കൊരു കലക്കനടി പ്രതീക്ഷിക്കാം. ശരിക്കും ഒരു തവള ചാടി വരുന്ന പോലെ തന്നെയാണ് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്രോഗുകളുടെ ഡിസൈൻ. അതുകൊണ്ടാണ് ഈ ചെറുമീൻ പോലുള്ള മീനുകൾ അത് കണ്ട മാത്രം തന്നെ പറന്നു വന്നതിന് സ്ട്രൈക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കാസ്റ്റ് ചെയ്യുകയാണെങ്കിലും പരിസരം ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എവിടെയാണ് മീൻ വെള്ളം എടുത്തിട്ട് പോകാമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അങ്ങനെ സമീപത്തെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ കാസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്രോഗ് എറിഞ്ഞെത്തിക്കാനായിട്ട് ശ്രമിക്കണം. ചിലപ്പോൾ അവൻ കയറി അടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തന്നെ ഒരു അടി പ്രതീക്ഷിച്ച് വീണ്ടും തകർപ്പൻ കാസ്റ്റിംഗ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന